ഓരോരോ പടികളിൽ കൂടി നമ്മൾ ബിഗ് ബുക്കും 12 പടികളും 12 പാരമ്പര്യങ്ങളിലും അതാണല്ലോ നമ്മുടെ ആധികാരികമായിട്ടുള്ള ബുക്കുകൾ. ആ ടെക്സ്റ്റുകളിൽ നിന്നാണ് നമ്മൾ സ്റ്റഡി നടത്തി കൊണ്ടുവരുന്നത്. 6ാമത്തെ പടി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത് കഴിഞ്ഞിരുന്നു. 7ാമത്തെ പടിയിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. അപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് ഓരോ പടികളെ കുറിച്ചുള്ള വിശദീകരണത്തിൽ ഏറ്റവും കുറച്ച് മാത്രം ബിഗ് ബുക്കിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു 2 പടികളാണ് 6, 7 പടികൾ. 7ാമത്തെ പടിയെ കുറിച്ച് ഒരു പ്രാർത്ഥനയിൽ മാത്രമാണ് ബിഗ് ബുക്കിൽ അതിനെ പറഞ്ഞിട്ടുള്ളത്. ഒരു പാരഗ്രാഫാണ് അതിനകത്തുള്ളത്. അപ്പൊ ആ ബിഗ് ബുക്കിനെ നമ്മുടെ ഈ ബുക്കിന് നമ്മുടെ ആധികാരികമായിട്ടുള്ള ഈ ഗ്രന്ഥത്തിലെ 74ാമത്തെ പേജിലാണത്. ഞാൻ തന്നെ ഒന്ന് വായിക്കാതെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് വായിക്കാവോ? ബുക്കുകളിലുള്ളവരാണ്. ഏതാ പേജ് നമ്പർ എത്രയായിരുന്നു? 74. ഇന്നും അവ്യക്തത കാരണങ്ങളാൽ ഒരു മദ്യപാനാസക്തനും മദ്യത്തിൽ അതല്ല റെഡി ആകുമ്പോൾ താഴെ എനിക്ക് തന്നെ ചില എഡീഷണൽ പേജ് വ്യത്യാസമുണ്ട്. ഞാൻ വായിച്ചോളാം. ഓക്കെ. എൻ്റെ കയ്യിലുള്ളത് 2ാമത്തെ എഡീഷൻ ആണെന്ന് പറയും. രണ്ടാം പതിപ്പാണ് എൻ്റെ കയ്യിലുള്ള. 2nd എഡീഷനാണ്. എനിക്ക് ശേഷം ഇതിന് ശേഷം ഒരു എഡീഷനോട് അതിനകത്തായിരിക്കും ചിലപ്പോൾ പേജുകൾ വ്യത്യാസം. അപ്പൊ അതിനകത്ത് 7ാമത്തെ പടിയിൽ 6ാമത്തെ പടിയിൽ ഒരു പാരഗ്രാഫ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 6ാമത്തെ പടി കഴിഞ്ഞതിന് 6ാമത്തെ പടിയുടെ അവസാന ഭാഗം വായിച്ചിട്ട് ഇതിന്റെ കണ്ടീഷനാണ്: ഇനിയും എന്തെങ്കിലും പോകാൻ അനുവദിക്കാതെ അതിൽ തന്നെ തൂങ്ങി നിൽക്കാൻ ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ അതിന് തയ്യാറാകാൻ സഹായിക്കുന്ന ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. 6ാമത്തെ പടി അതിന്റെ കണ്ടിന്യൂഷനിൽ. അപ്പൊ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ യാചിക്കുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോൾ, റെഡി ആകുമ്പോൾ താഴെ പറയുന്ന പ്രകാരം ഞങ്ങൾ പറയുന്നു: എന്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എന്റെ സഹജീവികൾക്കും ഉപയോഗപ്പെടാത്ത നിലയിൽ എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങ് നീക്കിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ നിന്നും മുന്നോട്ട് പോകും. ഇപ്പോൾ ഞങ്ങൾ 7ാം പടി പൂർത്തിയാക്കി. ഇതാണ് 7ാം പടിയെ കുറിച്ചുള്ള. അതിന്റെ കണ്ടിന്യൂഷൻ കൂടെ ഒന്ന് വായിച്ചേക്കാം. അപ്പൊ ആ പാരഗ്രാഫിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇനി ഞങ്ങൾക്ക് കൂടുതൽ പ്രവൃത്തി ആവശ്യമാണ്. ശ്രമം കൂടാതെ വിശ്വാസം മൃദുല്യമാണെന്ന് നിങ്ങൾ കാണും. നമുക്ക് 8ഉം 9ഉം പടികളിലേക്ക് നോക്കാം. അപ്പൊ ഇവിടുന്ന് മുതൽ അങ്ങോട്ടുള്ളത് 8ഉം 9ഉം പടികൾ. അപ്പൊ ഇപ്പോൾ 7ാം പടി പൂർത്തിയാക്കിയതിനു ശേഷം നമുക്ക് വീണ്ടും അഗെയിൻ വി നീഡ് മോർ ആക്ഷൻ. നമ്മൾ ആ 4ാമത്തെ പടിയിലേക്ക് കയറുമ്പോഴുണ്ട് നൗ ഒരു വിഗറസ് ആക്ഷന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നത്. അതും ഒരു കഠിനാധ്വാനം നമുക്ക് വേണ്ടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ 3ാമത്തെ പടിയിൽ ചെയ്തതിനു ശേഷം. അപ്പൊ ബിഗ് ബുക്കിലുള്ള 3 പ്രയറാണ് ബിഗ് ബുക്കിൽ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. 3ാമത്തെ പടിയുടെ പ്രാർത്ഥന നമ്മൾ സംസാരിച്ചാണ്. ഇപ്പോഴാണ് 7ാമത്തെ പടിയിൽ ഒരു പ്രാർത്ഥന. ഇനി ഒരു പ്രാർത്ഥന വരുന്നത് 11ാമത്തെ പടിയിലാണ്. പിന്നീട് 11ാമത്തെ പടി പ്രയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ 12 പടികളും 12 പാരമ്പര്യങ്ങളിലും ഉള്ളൊരു പ്രയർ ഉണ്ട്. അത് 11ാമത്തെ പടിയിൽ കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു, അല്ലാതെ അത് 11ാമത്തെ പടി പ്രയർ ആയിട്ട് അതിനെ കാണാൻ പറ്റില്ല. കാരണം അതിന്റെ ഓതേഴ്സ് നമ്മുടെ എഴുതിയത് വേറൊരാളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർനെറ്റ് പ്രയർ നമുക്ക് അവകാശപ്പെട്ടതല്ലാത്തതുപോലെ തന്നെ നമുക്ക് അവകാശപ്പെട്ടതല്ലാത്തൊരു പ്രയറാണ്. എന്നാൽ ഏറ്റവും ഉപയോഗപ്രദമായ ഒരു പ്രയറുമാണ്. അതിലേക്ക് ഇപ്പൊ പോകണ്ട. ഇപ്പൊ തൽക്കാലം 7ാമത്തെ പടിയുടെ പ്രയർ: എന്റെ ദൈവമേ, എന്നിലുള്ള എല്ലാത്തിന്റെയും നന്മയുടെയും തിന്മയുടെയും അധിപൻ അങ്ങായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേക്കും എന്റെ സഹജീവികൾക്കും ഉപയോഗപ്പെടാത്ത നിലയിൽ എന്റെ സ്വഭാവത്തിലുള്ള ഓരോ കുറവും അങ്ങേ നീക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഹിതം ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുന്നു. അപ്പോൾ 6ാമത്തെ പടിയിൽ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് തൃപ്തി വരുമാറാകും ഉത്തരം പറയാൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾ 6ാം പടിയിലേക്ക് നോക്കുന്നു. ആഗ്രഹം എന്നത് അനൂപനേഷ്യമാണെന്ന് ഞങ്ങൾ നേരത്തെ ശക്തമായി സൂചിപ്പിക്കുന്നു. വർജിക്കേണ്ടതെന്ന് ഞങ്ങൾ സ്വയം തുറന്ന സമയത്തുണ്ടായിരുന്നു. കാര്യങ്ങൾ ദൈവം ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കുന്നതിന് ഞങ്ങൾ ഇപ്പോൾ തയ്യാറാണ്.
അപ്പൊ ഇവിടെ ഒന്നാമത്തെ പടിയും രണ്ടാമത്തെ പടിയുടെയും മൂന്നാമത്തെ പടിയുടെയും ഒരു പ്രസക്തി നമുക്കുണ്ട്. കാരണം ഇവിടെ ഇതെങ്ങനെ ഈ 6ഉം 7ഉം പടികൾ ചെയ്യണം എന്നുള്ളതിനെ പ്രത്യേകത വരുമ്പോൾ നമുക്കൊരു സ്പോൺസറുടെ സഹായം തന്നെ വേണ്ടി വരും. അതിനകത്ത് എന്താണ് ഇവിടെ അതേപോലെ ഒരു സ്പോൺസറുടെ സഹായവും സെർമറ്റി പ്രയർ ഈ 6ഉം 7ഉം പടികളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ എന്നും നമ്മൾ ചൊല്ലുന്ന ദൈവമേ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള പ്രശാന്തം, മാറ്റുവാൻ പറ്റുന്നതിനെ മാറ്റുവാനുള്ള ധൈര്യവും. അപ്പൊ ആ കറേജ്, ആ കറേജിന്റെ മലയാളം വിവർത്തനം ധൈര്യം എന്നാണെങ്കിൽ അതിന്റെ കറേജ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിന് കുറച്ചുകൂടെ നല്ലൊരു, കാരണം ധൈര്യത്തിന് പല വേറെയും വേർഡുകളുണ്ട് ഇംഗ്ലീഷിൽ. പക്ഷെ കറേജ് എന്നുള്ളത് ഒരു പ്രത്യേക തലത്തിലുള്ള ഒരു വാക്കാണ്. അപ്പൊ ഇവിടെ ഞാൻ 6ാമത്തെ പടിയിൽ ഞാൻ God that grant me that courage to change the things I can. മാറ്റുവാനുള്ള ആ കറേജ്. കാരണം ഇവിടെ നമ്മളൊരു വലിയൊരു മാറ്റത്തിന് ഞാൻ തയ്യാറാവുന്നു. ഞാൻ കാരണം എൻ്റെ ഇത് ഒരു കാര്യമാണ് ഞാൻ പറയാം, ഈ 6ഉം 7ഉം പടികൾ ഡയറക്ട്ലി ബന്ധപ്പെട്ടിരിക്കുന്ന പടികളാണ് 4ഉം 5ഉം. കാരണം 4ാം പടി ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഈ 5ാം പടിയിൽ കൂടി അതിൽ നിന്നുള്ളൊരു മോചനവും ആ ബാണ്ടക്കെട്ട് അഴിച്ചുവിട്ട് അതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടും. ആ 4ാമത്തെ പടിയിൽ നിന്നാണ് ഞാൻ എനിക്ക് 6ാമത്തെ പടി 7ാമത്തെ പടി കാണാൻ പറ്റുന്നത്. അപ്പൊ 4ാം പടി ചെയ്തവർക്കാണ് 6ാം പടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 4ാം പടി ചെയ്യാതെ ഒരാൾക്ക് 6ാമത്തെ പടിയിൽ പോകാൻ പറ്റില്ല. അപ്പൊ 4ാമത്തെ പടിയുടെ ഒരു ഇമ്പോർട്ടൻസ് ഇതിനകത്തുണ്ട്. അതിനുശേഷം ഇതാണ് നമുക്ക് ഈ പ്രോഗ്രാം വർക്ക് ചെയ്യാൻ നമ്മൾ വളരെ നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകൾ കൂടുന്നു, പരസ്പരമുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വളരെ മറ്റു പോലെ. പക്ഷെ ഇതിന് ബേസിക് ആയിട്ടുള്ള ഇതിൽ നിന്ന് നമ്മൾ പലരും വിട്ടുപോകുന്നതായിട്ടുള്ള ഒരു അനുഭവം ഞാൻ കാണാറുണ്ട്. കാരണം ഇന്ത്യയുടെ അനുഭവമാണത്. ബേസിക്സ് ദാറ്റ് ഈസ് പ്രാക്ടീസിങ് ദ സ്റ്റെപ്സ്. അപ്പൊ 4ാമത്തെ പടി ഞാൻ ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് 6ാമത്തെ പടിയിലുള്ള ഈ വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഏതെല്ലാം ന്യൂനതകളുണ്ട് ഇവിടെ ആണ് എനിക്ക് എൻ്റെ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെ പടി എനിക്ക് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എന്താണ് വേണ്ടത്? ഓണസ്റ്റി, ഓപ്പൺ മൈൻഡ്നെസ്, അൺവില്ലിങ്നെസ്, സന്നദ്ധത. ഈ 3 കാര്യങ്ങളാണ് 6ാമത്തെ പടിയിൽ ആവശ്യമുള്ളത്, 7ാമത്തെ പടിയിൽ ആവശ്യമുള്ളത്. അത് ആവശ്യമുണ്ടാകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ 4ാം പടി ചെയ്തുകൊണ്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത്. യെസ്, എനിക്ക് ഇങ്ങനെയുള്ള ന്യൂനതകളുണ്ടെന്നുണ്ട്. അപ്പൊ ആ ഒരു തലത്തിൽ നമ്മൾ ഇതിനെ വർക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് 6ാമത്തെ പടിയിൽ നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ സ്വഭാവത്തിലുള്ള ന്യൂനതകളെ അംഗീകരിക്കാനും. കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറേജ് നമ്മൾ ഒരു ഞാൻ മാറ്റുവാൻ ഇതിനെ മാറ്റുന്നു എന്നുള്ളൊരു തലത്തിൽ അതിനെ കാണരുത്, ആ ധൈര്യമായിട്ട് അതിനെ കാണരുത്. ഐ എം റെഡി ടു വർക്ക്. ഞാൻ ഇതിനെ നേരിടാൻ ഞാൻ സന്നദ്ധനാണ്. എന്നിലുള്ള ഇപ്പൊ ഒരു എക്സാമ്പിളിനൊരു കോപം എന്ന ആ വികാരത്തെ മനുഷ്യനെല്ലാവർക്കും അടുത്തുള്ളത്. അതാണ് ഞാൻ നമ്മുടെ 4ാമത്തെ പടിയായിട്ട് വന്ന ജന്മവാസനകളെ, ആ ജന്മവാസനകളിൽ ഒരു വാസന ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതുന്നു. കോപം എന്നുള്ളത് ഞാൻ നോക്കണം, ഒരു ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നു. എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിലും എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്. 4ാമത്തെ പടിയിൽ എനിക്ക് മനസ്സിലായതാണ്. അതിൽ നിന്ന് ഞാൻ എൻ്റെ സ്പോൺസറുമായിട്ട് ചിന്തിച്ചിട്ട് എനിക്ക് കോപം ഒരു പ്രശ്നമാണ്, എങ്ങനെ ഇതിനെ നേരിടാനുള്ള ഇതിനെ മാറ്റിയെടുക്കാനുള്ള ഒരു ധൈര്യം ഒന്നും വേണ്ട. ആ കോപം വരുന്ന സാഹചര്യങ്ങളെ സധൈര്യം, ആ കോപത്തിന് എനിക്കിതൊരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നേരിടുക എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു വാക്ക് ത്രൂ ദാറ്റ് ആങ്കർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ കൂടി അതിനെ ഐഡന്റിഫൈ ചെയ്യും. ഈ ഒരു സാഹചര്യം എൻ്റെ മുന്നിലേക്ക് വരുന്ന എന്നിൽ കോപം ഉളവാക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ്. ആ തിരിച്ചറിവ് വരുന്നത് അതിനെ നേരിടുന്നതിന് പോലെ തന്നെയാണ്. ഐ നോ, എനിക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കിയത് എനിക്ക് ദേഷ്യം വരും, ഞാൻ പൊട്ടിത്തെറിക്കും. അപ്പൊ അവിടെ പൊട്ടിത്തെറിക്കാതെ, ദേഷ്യം വരാതെ ആ സാഹചര്യത്തെ കൂടി കടന്നു പോവുക. ദേഷ്യം വരാതെയും പൊട്ടിത്തെറിക്കാതെയും കടന്നു പോവുക. അങ്ങനെ സാധിക്കുമെങ്കിൽ എനിക്ക് എൻ്റെ 6ാമത്തെ പടിയിൽ എൻ്റെ കോപത്തിനെ എനിക്ക് നേരിടാൻ പറ്റും. അങ്ങനെ ഓരോരോ ന്യൂനതകളെയും, അസൂയ ആയിക്കോട്ടെ, വിദ്വേഷം ആയിക്കോട്ടെ, നമ്മൾ ഇതിന്റെ എല്ലാ ലിസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കിയാണ് നമ്മൾ ഒരാളുടെ ദൈവത്തോടും എല്ലാം പറഞ്ഞാണ്. അവിടെ തീരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് 6ഉം 7ഉം പടികൾ. അപ്പൊ ഇവിടെ നമുക്ക് ഇപ്പൊ ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ കോമൺ ആണ്, ജന്മസിദ്ധമായിട്ടുള്ള ദൈവം തന്ന ഒരു കഴിവാണ്. നമുക്ക്
അതിനൊരു ഉപയോഗിക്കപ്പെടാനായിട്ട് എന്നാണ്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മളിതെല്ലാം ദുരുപയോഗം ചെയ്തു. അപ്പൊ പല ആളുകൾക്കും ഇങ്ങനെയുള്ള ഈ ക്യാരക്ടർ ഡിഫക്ട്സ് ആയിട്ടുള്ള കുറെ ഡിഫക്ട്സ് ഉണ്ടല്ലോ. ഒത്തിരി ക്യാരക്ടർ ഡിഫക്ട്സ് വരുന്നുണ്ട് അതിനകത്ത്. പ്രൈഡ്, ലസ്റ്റ്, ആങ്കർ, ഗ്രീഡ്, ഗ്ലട്ടണി, envy, sloth, dishonest, selfish, self-seeking motives, low self-esteem, inconsiderate, jealousy, gossip, judgmental, unforgiving, controlling others. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുള്ള സ്വഭാവത്തിലുള്ള ദൂഷ്യമുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ആ ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ വായിച്ച പരിപാടികൾ അത് സ്പോൺസറുടെ സഹായത്താലോ അല്ലെങ്കിൽ നമ്മുടെ ബുക്കിൽ നിന്നോ നമുക്ക് തന്നെ നമ്മുടെ 4th സ്റ്റെപ്പിൽ ഇത് വന്നതാണ്. അതിൽ നിന്ന് എടുത്തിട്ട് അതിനെ നമ്മൾ നേരിടണം. ഇവിടെ ഞാൻ വേണ്ട സ്റ്റെപ്പിന് 1ാമത്തെ പടിയും 2ാമത്തെ പടിയും തന്നെ 3ാമത്തെ പടിയും ഉപയോഗിക്കുക. എന്നെ കൊണ്ട് സാധിക്കുമെന്ന് നോക്കുക. ഗോഡ്, ഐ എം പവർലെസ് ഓഫ് മൈ ആങ്കർ, മൈ ലൈഫ് ഈസ് അൺമാനേജബിൾ. ഈ ദേഷ്യവും കാരണം ദേഷ്യം വിദ്വേഷം വേറെയാണ്. എന്നിലുള്ള ഈ ദേഷ്യം പൊട്ടിത്തെറിക്കുന്ന ഈ സ്വഭാവം കാരണം എന്റെ ജീവിതം വരെ എനിക്ക് അതിനകത്ത് മാറ്റാനും പറ്റുന്നില്ല. അതെന്റെ ജീവിതം അൺമാനേജബിലിറ്റിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സത്യസന്ധമായിട്ടുള്ള ഒരു രീതിയിൽ നമ്മുടെ ഈ ഓരോ ക്യാരക്ടർ ഡിഫക്ട്സിനെയും സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളെയും നേരിടുക. 1, 2, 3 പടികൾ ഉപയോഗിക്കുക. 2ാമത്തെ പടിയിൽ ഐ കെയിം ടു ബിലീവ് ദാറ്റ് എ പവർ ഗ്രേറ്റർ ദാൻ മൈസെൽഫ് റീസ്റ്റോർ അസ് ടു സാനിറ്റി. ആ സാനിറ്റി എന്താണ്? ഈ കോപത്തിൽ നിന്നുള്ള മോചനം. അതിന് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. 3ാമത്തെ പടിയിൽ ഇതേ കോപത്തിന് എടുത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പറയുക, ഐ മെയ്ഡ് എ ഡിസിഷൻ. ഞാൻ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കുന്നു. മൈ ടേൺ മൈ വിൽ. എന്റെ ഈ സ്വാർത്ഥത, കാരണം ഇത് പല കാര്യങ്ങൾ അടങ്ങിയിട്ടാണ് കോപം വരുന്നത്. സ്വാർത്ഥതയുണ്ട്, സെൽഫ് സെന്റേഡ്നെസ് ഉണ്ട്, അഹങ്കാരമുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ദൈവത്തിലേക്ക് ഞാൻ ഒരു തിരിച്ചുവിടൽ, ഒരു വഴി മാറി സഞ്ചരിക്കാനുള്ള തീരുമാനമെടുക്കുമ്പോൾ ഈ ഹോണസ്റ്റിയും ഓപ്പൺ മൈൻഡ്നെസ് ആൻഡ് വില്ലിങ്നെസ്, അതിനകത്ത് സന്നദ്ധത, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. 3ഉം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. പക്ഷെ ഐ എം ഓൾവേസ് വില്ലിങ്. അതാണ് വില്ലിങ്നെസ് ഈസ് ദ കീവേഡ് നമ്മുടെ ബിഗ് ബുക്കിൽ 1-2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ സന്നദ്ധത എന്റെ ഒരു മനസ്സിലുണ്ടാണെങ്കിൽ എന്നിൽ നിന്ന് പല സ്വഭാവത്തിലുള്ള വൈകല്യങ്ങളും മാറിക്കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഈ രീതിയിൽ എപ്പോഴും ഓർക്കുക, ഇതൊരു ഡിസ്കഷൻ കൂടി തന്നെ നടത്തണം. കാരണം ഞാൻ ഒറ്റയ്ക്ക് സ്വയം വരുന്നിട്ട് എന്റെ ഇതിൽ പോയിട്ടുണ്ടോ, ഇതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്തിട്ടുണ്ടോ, എന്റെ ഈ അഹങ്കാരത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ഉണ്ട്. എന്റെ സെക്യൂരിറ്റി, എന്റെ സുരക്ഷിതത്വം, മനുഷ്യനെല്ലാവർക്കും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. നമ്മുടെ 4ാമത്തെ പടിയിൽ പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി, സെക്ഷൽ ഇൻസ്റ്റിങ്സ്, അതൊരു സെക്യൂരിറ്റിയാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, വീട്, കാറ്, സമ്പത്ത്, ബാങ്ക് ബാലൻസ്, ഇതെല്ലാം മാനസികമായിട്ടുള്ള ആവശ്യവുമാണ്. പക്ഷെ അതിര് കിടക്കുന്ന ഒരു സാഹചര്യം വരുന്നതാണ് നമ്മൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ 4ാമത്തെ പടിയിൽ ആ അതിര് കിടക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതം അഗൈൻ അൺമാനേജബിൾ ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞാൻ 6ാമത്തെ പടിയിൽ ഒരു തയ്യാറെടുപ്പ് കിടക്കുന്നു. കുറെ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ നിന്ന് മാറിക്കിട്ടിരിക്കും. ഈ രീതിയിൽ വർക്കൗട്ട് ചെയ്യണം. സ്പോൺസറുടെ സഹായം വേണം. സ്പോൺസറായിട്ട് ഡിസ്കസ് ചെയ്യണം. മുഖാമുഖം വരുന്ന കണ്ട് സംസാരിക്കാൻ ഇപ്പോൾ അതിന്റെ സാധ്യതകൾ കുറവാണ് എങ്കിൽ പോലും, എന്നാൽ പോലും ഇപ്പൊ എന്നെ ഈ കണ്ട് സംസാരിക്കുന്ന പോലെ നമുക്ക് മുഖാമുഖം വരുന്ന സംസാരിക്കാം. അതിനുള്ള ടെക്നോളജി ഉണ്ട്. പക്ഷെ ആ രീതിയിൽ നമ്മൾ മനസ്സിൽ തന്നെ കരുതിക്കൊണ്ട് എന്റെ കോപത്തിൽ ഞാൻ മാറിയിരിക്കുന്നു, ഞാൻ 6ാമത്തെ പടിയിൽ കൂടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്റെ മാറി, ആ ഒരു ധാരണ കളയാം. ആ ഒരു സത്യസന്ധതയോടുകൂടി പ്രവർത്തിച്ച. കാരണം അവിടെ ഞാൻ എപ്പോഴും പറയുന്നില്ല, ഈ പ്രോഗ്രാമിൽ എപ്പോഴും ഓർത്തിരിക്കണം, നമ്മളൊരു ചൂസൺ പീപ്പിൾ ആണ്. നമ്മൾ ദൈവത്താൽ, ഈശ്വരനാൽ, അല്ലെങ്കിൽ ആ ഉന്നതനായിട്ടുള്ള ഒരു ശക്തിയാൽ അവരവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചുള്ള ആ ഈശ്വരൻ എന്നുള്ള കൺസെപ്റ്റിനെ കണ്ടുള്ളൂ. ആ ഒരു പ്രവർത്തനം ഈ പാതയിലുണ്ട്. കാരണം നമ്മൾ വി ആർ റീബോൺ. ഞാൻ 2ാമത്തെ പടിയിൽ വളരെ ഇതായിട്ട് പറഞ്ഞു, വി ആർ റീബോൺ, വി ആർ റിന്യൂഡ്, വി ആർ റീസ്റ്റോർഡ്, വി ആർ റീകൺസ്ട്രക്റ്റഡ്. അപ്പൊ ആ രീതിയിൽ ഇതിനെ കാണും. അങ്ങനെ ഒരു സീരിയസ്നെസ്സോടുകൂടി നമുക്ക് പോയി കഴിഞ്ഞാൽ ഈ 6ാമത്തെ പടിയിൽ നമുക്ക് ഉപേക്ഷിക്കാം കുറെ കാര്യങ്ങൾ പറ്റി. അതിനുശേഷം നമ്മൾ വീണ്ടും ബാലൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിൽക്കും. അതുകൊണ്ടാണ് ഒരു തികച്ചും സത്യസന്ധമായ രീതിയിൽ ഇതിനെ നേരി നമ്മൾ നിൽക്കുക.
ഉം. ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യം കൂടി എപ്പോഴും പലരും തെറ്റിദ്ധരിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല. തെറ്റിദ്ധാരണ എന്നൊന്നും ഞാനൊരു എന്റെ ഒരു വാക്ക് ഫൈനലാക്കി. പക്ഷെ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ 3ാമത്തെ പടിയിൽ കൂടി എന്റെ ജീവിതവും എന്റെ ഇച്ഛകളും ദൈവത്തിന് ഞാൻ വിട്ടുകൊടുത്തു എന്ന് പറയാം. ആക്ച്വലി അത് വിട്ടുകൊടുക്കുന്നില്ല 3ാമത്തെ പടിയിൽ. ഇവിടെ 7ാമത്തെ പടിയിലാണ് വിട്ടുകൊടുക്കുന്നത്. 7ാമത്തെ പടിയിൽ വിട്ടുകൊടുക്കുക. കാരണം ഐ എം ഹംബ്ലി ആസ്ക്ഡ് ഹിം ടു റിമൂവ് മൈ ഷോർട്ട് കമ്മിങ്സ്. അവർ ഷോർട്ട് കമ്മിങ്സ് നമ്മുടെ ഇതിനകത്തെല്ലാം പ്ലൂറിലാണ് ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ സ്വഭാവത്തിലെ ജീവക സ്വഭാവത്തിലെ ദൂഷണം മാറ്റി നിങ്ങൾ അപേക്ഷിക്കുന്നു. 3ാമത്തെ പടിയിൽ ആക്ച്വലി അതല്ല. എന്റെ ജീവിതവും എന്റെ ഇച്ഛകളും ഞാൻ വേറൊരു തരത്തിലേക്ക് തിരിച്ചുവിടുകയാണ്. ഒരു സമർപ്പണം അവിടെ ഉണ്ട്. അത് വിട്ടുകൊടുത്തിട്ടില്ല. വിട്ടുകൊടുക്കൽ വരുന്നത് 7ാമത്തെ പടിയിലാണ്. അതാണ് കുറച്ചുകൂടെ ഉചിതം. ഞാൻ 3ാമത്തെ പടിയിലെ വിട്ടുകൊടുക്കലിന് ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു തർക്കത്തിന് ഞാൻ വരില്ല. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞിരിക്കുന്നത്, തേർഡ് സ്റ്റെപ്പില് നീ വിട്ടുകൊടുത്തിട്ടില്ല. യു ആർ റെഡി. നീ ഒരു വേറൊരു പാതയിലേക്ക് സഞ്ചരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിന് നീ സന്നദ്ധനായിട്ടുള്ളൂ. പക്ഷെ ഹിയർ 7ാമത്തെ പടിയിൽ ഗോഡ്, ദൈവമേ, എനിക്ക് സാധിക്കുന്നില്ല. എന്റെ വിദ്വേഷം, എന്റെ ഉള്ളിലുള്ള വിദ്വേഷം, ആളുകളോടുള്ള വിദ്വേഷത്തിന് എനിക്ക് കളയാൻ സാധിക്കുന്നില്ല. സെക്സിനോടുള്ള എന്റെ അഡിക്ഷൻ, ഞാൻ ശാരീരികമായിട്ട് പ്രവർത്തികളൊന്നും പോകുന്നുണ്ടാവില്ല, പക്ഷെ എന്റെ ചിന്തകൾ, ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ഫോൺ ഒരു അഡിക്ഷൻ ആയിട്ട്. ഇപ്പൊ ഇന്റർനെറ്റും മൊബൈലും യൂട്യൂബ് ഇതെല്ലാം വന്നതോടുകൂടി അങ്ങോട്ട് ഫ്ലറിഷ്ഡ് ആണ്. ഇതിനകത്ത് താല്പര്യമുള്ളവർക്ക് 24 മണിക്കൂർ ഇതിനകത്ത് തന്നെ ഇരുന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും നമുക്ക് ഒരു മനസ്സമാധാനത്തോടുകൂടി അതിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ചിന്തകൾ എത്രമാത്രം കാട് കയറുന്നോ നമ്മുടെ പ്രവൃത്തികളിൽ അത് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും മാറ്റും. അത് നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ചു. അതുപോലെ തന്നെ ഇതിനിപ്പോ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെയുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പ്, അതർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകൾ ഒത്തിരി ഉണ്ടാവും. അവർക്കും ഇവിടെ ഈ ഒരു പ്രാർത്ഥന. അപ്പൊ ഇവിടെ ഒരു ഇവിടെയാണ് 7ാമത്തെ പടിയിലാണ് ടോട്ടൽ ആയിട്ടുള്ള ഒരു ഹാൻഡിങ് ഓവർ ഉള്ള ഒരു കാര്യം നടക്കുന്നുള്ളൂ എന്നുള്ളത് ഓർത്തിരുന്നു. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഒരു ടോട്ടൽ ആയിട്ടുള്ള ഒരു സറണ്ടർ ഇവിടെയാണ് നടക്കുന്നത്. 7ാമത്തെ പടിയിലാണ്. ഇനി അങ്ങോട്ടുള്ളത് ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള തലത്തിലേക്ക് മാറാൻ പോവാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇപ്പോ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം നമ്മളിൽ ഉണ്ടാവണം. ഈ ഒരു തലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള ഈ സ്വഭാവത്തിന്റെ ദൂഷ്യങ്ങളിൽ നിന്നും ഒരു പരിധി വരെയെങ്കിലും നല്ല മുക്കാലും അതിലും കൂടുതലും പോകാൻ പറ്റും. അത് അവരവരുടെ സത്യസന്ധതയ്ക്ക് അനുസരിച്ചായിരിക്കും. പക്ഷെ ഇനിയും വരും. നമ്മൾ മനുഷ്യരാണ്. ദൈവത്തിനറിയാം നമുക്ക് എന്താണ് നമ്മുടെ ലിമിറ്റ് എന്നുള്ളത് ദൈവത്തിനറിയാം. ദൈവമല്ലേ നമ്മൾ വലിയൊരു ഹയർ പവർ ആണുള്ളത്. ഒരു നേച്ചർ പ്രകൃതിയാണ് എന്ന് തന്നെ വിചാരിക്കുക. ആ പ്രകൃതിക്ക് അറിയാം. ഒരു പ്രകൃതിക്ക് ഒരു വൃക്ഷത്തോട് പോലും അതിന്റെ ഒരു പ്രതീക്ഷയുണ്ട്. അതിന് ഇത്രയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നതുപോലെ തന്നെ നമ്മുടെ കാര്യത്തിലും അതിന്റെ ഒരു തീരുമാനം. അപ്പൊ അതുകൊണ്ട് ഭയപ്പെട്ടോ കൊണ്ടൊന്നും 7ാമത്തെ പടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ സത്യസന്ധമായിട്ട് 4ാമത്തെ പടി ചെയ്താണെങ്കിൽ 7ാമത്തെ പടിയിലേക്ക് വരും. കാരണം 4ാമത്തെ പടി തന്നെ 5ാമത്തെ പടിയിൽ എന്റെ ഭയത്തിൽ നിന്ന് ഞാൻ മുക്തനായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ എന്തിനെ നേരിടാൻ? അതാണ് പിന്നെ 6ഉം 7ഉം പടികൾ. ശരിക്കും 6ഉം 7ഉം പടികളും ഒരേ കാര്യം തന്നെ 2 രീതിയിൽ പറയുന്നുള്ളൂ. ഒന്ന് നമ്മുടെ സെർനറ്റീവ് പ്രയറിൽ പറയുന്നത് മാറ്റുവാൻ പറ്റാത്തതിനെ, അല്ലെങ്കിൽ തിരുത്താൻ പറ്റുന്നവയെ. എനിക്ക് പലപ്പോഴും സെർനറ്റീവ് പ്രയർ ചൊല്ലുമ്പോ എനിക്ക് ഇങ്ങനെ വായിക്കാൻ ഞാൻ എല്ലാവരും പറയാറുമുണ്ട്. എന്റേതായിട്ടുള്ള ഒരു ഇതാണ്. തിരുത്തുവാൻ പറ്റാത്തത് തിരുത്തുവാനുള്ള, മാറ്റുക എന്നുള്ളതിനേക്കാൾ എനിക്ക് യോജിക്കുന്ന കാര്യം പറയാം. നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയും. കാരണം എന്റെ ജീവിതത്തിൽ തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. മാറ്റുക എന്നുള്ളത് എനിക്കറിയാം. അതിനേക്കാളും കുറച്ചുകൂടെ നല്ല വാക്കട്ടെ എനിക്ക് തോന്നി തന്നെ. അപ്പൊ ഒരു തിരുത്തലൂടെ ആവശ്യമുണ്ട്. പക്ഷെ ആ തിരുത്തിയതിനു ശേഷവും ഞാൻ മനുഷ്യനാണ്. എന്റെ വികാരങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ആ വൈകാരികമായിട്ടുള്ള തടവിൽ ഞാൻ എന്നും ആയിരിക്കും. പക്ഷെ അതിനെ ഒരു ദിവസത്തെ ഏകദിന പരിപാടിയിൽ പോയി ആശ്രയത്വം ദൈവത്തിലായാൽ, ആശ്രയത്വം എന്നേക്കാൾ ഉന്നതനായിട്ടുള്ള ഒരു ശക്തിയിലായാൽ എനിക്കിതിനെ ഓവർകം ചെയ്യാൻ പറ്റും.
അതിനകത്ത് യാതൊരു സംശയം. അതുകൊണ്ടാണ് ഇന്ന് ഈ ഫെലോഷിപ്പ്, കാരണം 100 അംഗങ്ങൾ ഉള്ളപ്പോഴാണ് ഈ ബിഗ് ബുക്ക് എഴുതിയെന്ന് ഓർക്കണം. 164 പേജും ഒരു പക്ഷേ അതിനകത്ത് 1, 2, 3 കഥകളുണ്ട്. ഫസ്റ്റ് എഡിഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അതിനകത്തുള്ള 2, 3, 4 കഥകളുള്ളൂ. അപ്പൊ അത് ആ 164 പേജുകൾക്ക് അന്ന് ഇന്ന് 4ാമത്തെ എഡിഷൻ വരെ എത്തി. അതിനകത്ത് മാറ്റങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ഒരു കാര്യം മാത്രമേ ഡോക്ടർ സിൽവർത്തിന്റെ പേര് മാത്രമേ ഇല്ലെന്നുള്ളൂ. 4ാമത്തെ എഡിഷനിൽ പേരില്ല, ബാക്കി എല്ലാ എഡിഷനും പേര്. അതല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും വ്യത്യാസമൊന്നും കാണാൻ പറ്റിയിട്ടില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും വാചകം തെറ്റുണ്ടോന്നുള്ളതൊക്കെ സ്റ്റഡി ചെയ്യുന്നവർക്കറിയാം. എന്റെ കണ്ണിപ്പെട്ടിട്ടില്ല. എനിവേ അതൊന്നും മാറ്റമല്ല. നമ്മൾ തിരിച്ച് നമ്മുടെ പടിയിലേക്ക് വരിക. അപ്പൊ 7ാമത്തെ പടിയിൽ ഈ സ്വഭാവ രീതികളെ എനിക്ക് പൂർണ്ണമായിട്ട് ഞാൻ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുക. ഇവിടെ ഒരു വിട്ടുകൊടുക്കൽ ഞാൻ. കാരണം ഇവിടെ മുതൽ ഞാനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റുള്ളവർ സഹജീവികൾക്ക്, എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ കുടുംബത്തിൽ ഉള്ളവർക്ക്, കാരണം ഇനി എനിക്ക് അങ്ങോട്ട് മറ്റൊരാളെ സഹായിക്കേണ്ടതുകൊണ്ട് ആവശ്യമില്ല. 4, 5ാമത്തെ പടി കഴിയുമ്പോൾ മുതൽ എനിക്കൊരു സ്പോൺസർ ആവാനുള്ള യോഗ്യതയുണ്ട്. എനിക്ക് മറ്റൊരാളെ സഹായിക്കാനായിട്ടുള്ളൊരു ഇതുണ്ട്. കാരണം ഇതാണ് ഇതിന്റെ ഒരു രസകരമായിട്ടുള്ളൊരു ഈ പ്രോഗ്രാം ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വളരെ രസകരമാണ്. 4ാമത്തെ പടി എഴുതി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പോട്ടുള്ള പ്രോഗ്രാമിന് യാതൊരു തടസ്സമില്ല. സത്യസന്ധമായിട്ട് 4th സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ഫ്ലോ ആയിരിക്കും. പക്ഷെ ഈ 3-നും 4-നും ഇടയ്ക്ക് വന്ന് തക്കി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്ന് പോകും. നിന്ന് പോയാൽ പിന്നെ ഞങ്ങൾ പെർമനന്റ് ആയിട്ട് നിന്ന്. അതാണ് ഈ ഡ്രൈ ഡ്രങ്ക് സ്റ്റേറ്റ് വരുന്നത്. മീറ്റിങ്ങുകൾ റെഗുലർ ആയിരിക്കും, സർവീസ് ചെയ്യും. പക്ഷെ അത് എത്രമാത്രം പ്രയോജനപ്പെടും എന്നുള്ളത് സംശയമാണ്. പക്ഷെ 4ാമത്തെ പടിയിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതാൻ തുടങ്ങിയാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് നിർത്തേണ്ട ആവശ്യം. കാരണം അവിടെ മുതൽ നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആരംഭിക്കും. അപ്പൊ പിന്നെ 5ാമത്തെ പടിയും 6ാമത്തെ പടിയും 7ാമത്തെ പടിയും വളരെ സുഖകരമായ രീതിയിൽ പോകും. ഞാനിനി ആ 12 കുറച്ച് കാതലായിട്ടുള്ള ഭാഗങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ നിർത്താം. യെസ്, ഈ 5ാമത്തെ പടിയിൽ നമ്മൾ വായിച്ചു വന്നപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്ത് വന്നപ്പോൾ കണ്ട ഒരു ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്കായിരുന്നു എളിമ, ഹ്യൂമിലിറ്റി. കാരണം ഞാൻ മറ്റൊരാളോടും എന്നോട് തന്നെയും മറ്റൊരാളോടും ദൈവത്തോടും ഞാൻ ഏറ്റുപറയുന്നത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. എന്നിലൊരു പുതിയൊരു ഭാവം ഉണ്ടാവും, വിനയം എന്നുള്ളൊരു ഭാവം. മുൻപ് വിനയമുണ്ടെന്നുള്ള വിനയം കാണിച്ചിരുന്നു, പക്ഷെ നമ്മൾ അകത്ത് വിനയത്തിലായിരുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ വളരെ വിനയഭാവമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു കഴിവ്. പക്ഷെ ഇവിടെ വിനയഭാവം കഴിവുകേടായിട്ടും കാണാൻ. ഇതൊരു ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് കാണും. ഒരു വിനയഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ കാണുമ്പോൾ വോട്ടനുസരിക്കുക എന്നുള്ളതൊന്നുമല്ല. എന്റെ മനസ്സിൽ ടുഡേ ഐ എം റെഡി ടു ഫേസ് ദ ഫാക്ട്. മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കില്ല. ഇത്രയും കാലം ഞാൻ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് നിന്നിരുന്ന ഞാൻ ഈ 5ാമത്തെ പടി കഴിയുമ്പോൾ അതിൽ മുഖം മൂടി മാറിയവനായിട്ട് സത്യസന്ധമായിട്ട് എന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് സാധിക്കും. യെസ്, വാട്ട് എവർ ഐ ഡിഡ്, ഞാൻ അതിനെ അംഗീകരിച്ചതാണ്. അതിൽ നിന്ന് ഞാൻ ദൈവത്തോട് മാപ്പ് പറഞ്ഞാണ്. ഞാൻ വൈഫിനോട് ഇവിടെ മാപ്പ് പറയുന്നൊന്നുമില്ല. പക്ഷെ എനിക്ക് സത്യസന്ധമായിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റും, സമൂഹത്തിലേക്ക് നോക്കാൻ പറ്റും, എന്റെ മക്കളിലേക്ക് നോക്കാൻ പറ്റും, എന്റെ മാതാപിതാക്കളോട് നോക്കാൻ പറ്റും. എനിക്ക് എന്നോട് തന്നെ നോക്കാൻ, എനിക്ക് എന്നോട് തന്നെ ഒരു മതിപ്പ് തോന്നും. ഐ ഡിഡ് സംതിങ് ഗുഡ്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട്. അപ്പൊ ആ വിനയഭാവത്തിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇവിടെ ആ 7ാമത്തെ പടിയിൽ. 12 പടികളും 12 പടികളും. ഈ പടി വളരെ സ്പഷ്ടമായി എളിമയെ സംബന്ധിക്കുന്നതായാൽ എളിമ എന്താണെന്നും അതിന്റെ പരിശീലനം നമുക്ക് എന്താണ് അർത്ഥമാക്കുന്നു പരിഗണിക്കുന്നതിന് ഇവിടെ തങ്ങേണ്ടതുണ്ട്. അപ്പൊ 7ാമത്തെ പടിയിൽ നമുക്ക് കുറച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനകത്ത് എന്താണ് ഈ സ്വഭാവത്തിന്റെ ദൂഷ്യങ്ങളെ, ഞങ്ങളുടെ അപാകതകൾ മാറ്റി തരുക, ദൈവത്തോട് വിനയപൂർവ്വം അപേക്ഷിച്ചെന്ന് പറയുന്നിടത്ത് ആ അപാകതകളെ കുറിച്ച് ഒന്നുമല്ല പറയുന്നത്, വിനയം എന്നൊരു ഭാവത്തെ കുറിച്ച്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് വർക്ക് ചെയ്യേണ്ടതുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതിനകത്ത് അടുത്ത പാരഗ്രാഫിൽ തുടങ്ങുന്നത് തീർച്ചയായും ഏയിലെ 12 പടികൾ ഓരോന്നിന്റെയും അടിസ്ഥാനപരമായ തത്വമാണ് ഉയർന്ന വിനയം നേടിയെടുത്തത്. എൻ്റെ ഹോൾ 12 പടികൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് നമ്മൾ വായിക്കുന്ന 12ാമത്തെ പടിയിൽ ഞങ്ങൾ
having had a spiritual awakening as the result of this test. ഒരു സ്പിരിച്വൽ അവേക്കിംഗ് ആണ്. അതിന് ആത്മീയമായ ഉണർവ് എന്നാണ് മലയാളത്തിൽ അതിന്റെ ട്രാൻസ്ലേഷൻ. പക്ഷെ ആ ആത്മീയമായ ഉണർവ് എന്നുള്ള വാക്ക് നമുക്ക് അതീതമായിട്ടുള്ള വാക്കുകൾ മലയാളത്തിൽ ഉള്ള പരിമിതികളും ഇംഗ്ലീഷിലെ വാക്കുകൾ. സ്പിരിച്വൽ അവേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആത്മീയമായ ഉണർവ് എന്നുള്ളതാണ്. അതിനേക്കാളും ഒക്കെ ഒരു ഉന്നതമായിട്ടുള്ള ഒരു തലമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ വിശുദ്ധനായിട്ട് മാറുക എന്നുള്ളതൊന്നുമല്ല. പക്ഷെ ഒരു ഭയങ്കരമായിട്ടുള്ള വളരെ വലിയൊരു പരിണാമം. അത് ഇനി അങ്ങോട്ടുള്ള ആ 12 പടിയിൽ എത്തിയിരുന്ന അതൊരു പെർമനന്റ് സിറ്റുവേഷൻ ആയിട്ട് മാറും. അതെന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ അർത്ഥരൂപത്തിൽ ഇതിനകത്ത് പറയുന്നത് 7ാമത്തെ പടി തന്നെ ഇവിടെ പറയാണ്, വിനയം എന്നൊരു ഭാവം ഉണ്ടാവുകയാണ്. വിനയാന്വിതനായിട്ട് മാറും. കാരണം ഇവിടെ വെച്ചിട്ടുള്ള ഒരു ഭാവം ഉണ്ടാവാണ്, ഞാൻ ഒന്നുമല്ല, എല്ലാം അവിടുത്തെ നമ്മുടെ ഹൈന്ദവ ഹിന്ദുത്വ ഉപയോഗിക്കുന്ന വേദാന്ത ഭാഷയിൽ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി, അയമാത്മാ പരം ഉള്ള കുറെ വാക്കുകളുണ്ട്, ഉപനിഷത്തു മന്ത്രങ്ങളുണ്ട്. ആ ഒരു തലമാണിത്. ബൈബിളിലും അതിനോട് സമാനമായിട്ടുള്ള വാക്കുകൾ യേശു ക്രിസ്തു ഉപയോഗിച്ചു, വിശുദ്ധ ഖുറാനിലും ഉണ്ട്. ആ ഒരു തലമാണ്. അതൊരു ആത്മീയ ഉണർവെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത്രയ്ക്ക് മാത്രമുള്ള ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയം. ഈ പ്രോഗ്രാം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ജീവിത രീതി കാണാൻ പറ്റിയിട്ടുണ്ട് ഈ കുറച്ച് വർഷങ്ങളുള്ളിൽ. എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഒരു വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുത്തുന്നതാണ്. അവരിലൊരു പുതിയൊരു വ്യക്തിത്വത്തെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ കുടുംബത്തിൽ അത് പ്രതികരിച്ചു, അവരുടെ ജീവിത രീതികൾ എല്ലായിടത്തും അത് കാണും. അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ 12ാമത്തെ പാരമ്പര്യം എന്താണ് പറയുന്നത്, അനോണിമിറ്റി ഈസ് ദ സ്പിരിച്വൽ ഫൗണ്ടേഷൻ. 12ാമത്തെ പാരമ്പര്യം ഇത് പറയണം, ഹാവിംഗ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കനിങ്. അനോണിമിറ്റി ഈസ് ദ സ്പിരിച്വൽ ഫൗണ്ടേഷൻ. അപ്പൊ എന്താണ്? എളിമയാണ്. അതിനകത്ത് ഇവിടെ പലരും തെറ്റിദ്ധരിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് പറയുന്നത്? അനോണിമിറ്റി ഈസ് ദ സ്പിരിച്വൽ ഫൗണ്ടേഷൻ, ever reminding us to place principles before personality. വ്യക്തികൾക്ക് സ്ഥാനം കൊടുക്കരുത്, തത്വങ്ങൾക്ക് സ്ഥാനം കൊടുക്കണം പറയും. ആരാണ് വ്യക്തി? ഞാൻ എന്നുള്ള വ്യക്തിക്ക് സ്ഥാനം കൊടുക്കരുതെന്നാണ്. അല്ലാതെ മറ്റൊരാളെ കുറിച്ച് എനിക്കിപ്പോ ഇവിടെ ഷിബുവിനെ കുറിച്ച് 4 അക്ഷരം നല്ലത് പറയുന്ന ഇവിടെ വ്യക്തി അതല്ല. നോ, ഞാൻ എന്ന വ്യക്തിയെ ഞാൻ ഒരിക്കലും മുമ്പോട്ട് പ്രൊജക്ട് ചെയ്യരുത്. എത്രമാത്രം എന്റെ റിക്കവറി മുമ്പോട്ട് പോകുന്നു അത്രമാത്രം എളിമപ്പെട്ടുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. അതാണ് അനോണിമിറ്റി. അതാണ് സ്പിരിച്വൽ ആയിട്ടുള്ള അവേക്കനിങ്. അതല്ലാതെ 10 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞ് ഞാൻ കുറെ സർവീസും ചെയ്തു, അതിന് ശേഷം ഞാൻ വലിയൊരു മഹാരഥനാണെന്നുള്ള രീതിയിലുള്ള ജീവിതം അല്ല നമ്മുടെ ആൽക്കോളിക്സം എന്ന് പറയുന്നത്. എന്റെ നമ്മുടെ ഡോക്ടർ ബില്ലിന്റെ ഡോക്ടർ ബോബിന്റെ കലറയിൽ 7.5 അക്ഷരം പോലെ എഴുതി വെച്ചിട്ടില്ല. ആൽക്കോളിക്സ് യൂണിവേഴ്സിന്റെ ഫൗണ്ടേഴ്സ് ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരത് ഒരു മാതൃക കാണിച്ചു തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള തലത്തിലേക്ക് നമുക്ക് വന്നെങ്കിൽ വിനയത്തിന്റെ ഭാവം എന്നും അത് 5ാമത്തെ പടി മുതൽ ആരംഭിക്കുന്നു. പക്ഷെ 7ാമത്തെ പടിയിൽ പറയുന്നുണ്ട് ഇത് മനസ്സിലാക്കാനായിട്ട് കുറച്ചുകൂടി നമുക്ക് സമയങ്ങളുണ്ടാവും. ഞാൻ കുറച്ച് വലിയിട്ട് സംസാരിക്കുന്നു. അപ്പൊ തീർച്ചയായും 12 പടികൾ ഓരോന്നിന്റെയും അടിസ്ഥാനപരമായ തത്വമാണ് ഉയർന്ന വിനയം നേടിയെടുക്കുന്നത് എന്നത് കൊണ്ടാൽ അല്പമെങ്കിലും എളിമയില്ലാതെ മദ്യപാനിക്കും സുബോധവാനായിരിക്കാൻ കഴിയുകയില്ല. സുബോധാവസ്ഥയ്ക്ക് ആവശ്യമായതിനാൽ കഴിഞ്ഞ വിലപ്പെട്ട ഗുണം തങ്ങൾ വളർത്തിയെടുക്കാത്ത പക്ഷം സത്യത്തിൽ സന്തോഷത്തോടെ ഇരിക്കാനുള്ള സാധ്യത നിങ്ങൾക്കുണ്ടാകില്ല എന്ന ഏകദേശം എല്ലാ ഏകളും കണ്ടിട്ടുണ്ട്. ഇതില്ലാതെ പ്രയോജനപരമായി ജീവിക്കുവാനോ അല്ലെങ്കിൽ ദുരിതകാലത്ത് ഏത് അത്യാസ നേട്ടത്തെയും അഭിമുഖീകരിക്കപ്പെട്ട വിശ്വാസം ആർജിക്കാനോ അവർക്ക് കഴിയുന്നില്ല. അപ്പൊ ഈ വിലപ്പെട്ട ഗുണം എളിമ. ശബ്ദം കൂട്ടി പറയാമോ സാറേ? കേൾക്കാം, പക്ഷെ ശബ്ദം കൂട്ടിയാൽ നന്നായിരുന്നു. നല്ല മഴ പെയ്യാം. ഓക്കെ ശരി, കുഴപ്പമില്ല, പറഞ്ഞോ. അപ്പോൾ ഈ ഒരു തലത്തിൽ വന്ന ഈ വിലപ്പെട്ട ഗുണം വളർത്തിയെടുക്കാത്ത പക്ഷം എന്ന് പറഞ്ഞാൽ
അല്പമെങ്കിലും എളിമയില്ലാതെ ഒരു ബുദ്ധിമാനത്തെ ബോധവാനായില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാണ്. ഞാനൊക്കെ എനിക്കൊരു 3 വർഷമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്റെ ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ കാര്യങ്ങളെല്ലാം ശരിയായിരിക്കണം. ഇപ്പൊ എന്താണ് ഈ ആൽക്കോളിക്സ് അനോണിമസിന്റെ രീതികൾ തന്നെ മാറ്റണം എനിക്ക് എന്ത് തോന്നിയിട്ടുണ്ട് എന്റെ മനസ്സിൽ. ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ച് എങ്ങനെ ആൾക്കാരിലേക്ക് മെസ്സേജ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും, കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു വളരെ ഒരു ദാർഷ്ട്യത്തോട് കൂടിയിട്ടുള്ള ഒരു മനസ്സിൽ തോന്നിയിട്ടുണ്ട്. മാലാമ്പടി ചെയ്തിട്ടില്ലാത്ത കാലം എന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. എനിക്ക് എന്നില് ഐ ആം നോട്ട് ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ്. ആൽക്കോഹോളിക്സ് അനോണിമസിന്റെ ഒരു 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 വക്താവേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ആദ്യം സ്വയം ഇത് മനസ്സിലാക്കുക, ജീവിതത്തിൽ പാലിക്കുക, അതിനുശേഷം മറ്റുള്ളവരിലേക്ക് പോവുക. അതില്ലാതെ ഞാൻ ഇതിനകത്ത് കുറെ തിരുത്താനും കുറച്ച് കൂട്ടാനും പിടിക്കാനും നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഈ 164 പേജിൽ ഒരക്ഷരം വള്ളി മാറ്റേണ്ട യാതൊരു ആവശ്യം. സിംപ്ലി ഫോളോ. അപ്പൊ അതിനകത്ത് ഈ എളിമയുടെ ഈ ഒരു തലത്തിൽ ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഗ്രൂപ്പുകളിലും വ്യക്തികൾ തമ്മിലും ഒക്കെയുള്ള ക്ലാഷസ് ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോണ്ടാവും, ഒന്നല്ലെങ്കിൽ AN പോകും. ചില വ്യക്തികൾ കാരണം ചിലര് AN ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ചില വ്യക്തികളുടെ ചില ഇടപെടലുകളോ സംസാരങ്ങളോ ഒക്കെ കാരണം ചില ആളുകളെങ്കിലും വിട്ടുപോകുന്നു. മീറ്റിങ്ങിലൊക്കെ കാണാത്തപ്പോ അവരോടൊക്കെ വിളിച്ചു വയ്ക്കുമ്പോഴാണ് ഞാൻ ശരിയായിട്ട് തിരവില്ല, ഞാൻ അവിടെ അതാ എന്താണ് എന്റെ കുഴപ്പം? രണ്ടുപേരിലുള്ള കുഴപ്പം, ഒരാളുടെ കുഴപ്പമൊന്നും ഞാൻ പറയില്ല. ഒരു വ്യക്തിയില് ഊന്നിയാണ് എന്റെ ജീവിതം, ഒരു വ്യക്തിയാണ് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് എന്റെ ജീവിതത്തെ ഞാൻ ജീവിക്കേണ്ടത്. ഇവിടെ ഒരു പുതിയ രീതി, ഒരു ജീവിത രീതി എനിക്ക് അവലംബിക്കേണ്ടതുണ്ട്. ആ അവലംബം ഉണ്ടായാലാണ് നമുക്ക് ഈ എളിമയാണ് ഇതിനകത്ത് ആവശ്യം. അതുകൊണ്ട് എളിമയെ കുറിച്ചാണ് ഈ 7ാമത്തെ പടിയിൽ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. ഇതിന്റെ അടുത്ത പാരഗ്രാഫിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നല്ല എളിമയെ കുറിച്ച് വീണ്ടും പറയാണ്. എളിമയ്ക്ക് ഒരു വാക്ക് എന്ന നിലയിലും ഒരാദർശം എന്ന നിലയിലും ഇന്ന് വളരെ മോശപ്പെട്ട സമയമാണ് നമ്മുടെ ലോകത്തുള്ളത്. ഈ ആശയം തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് മാത്രമല്ല, ഈ വാക്ക് പോലും പലപ്പോഴും തീവ്രമായി വെറുക്കപ്പെടുന്നു. എളിമയെ ഒരു ജീവിത രീതിയായി പലർക്കുമെന്ന പരിചയം പോലുമില്ല. നമ്മൾ കേൾക്കുന്ന ദൈനംദിന സംഭാഷണത്തിൽ ഭൂരിഭാഗവും, നമ്മൾ വായിക്കുന്നതിന്റെ ഒരു വലിയ ഭാഗവും തന്റെ നേട്ടങ്ങളിലുള്ള മനുഷ്യന്റെ അഹങ്കാരത്തെ പ്രകാശിപ്പിക്കുന്നതാണ്. ദിസ് ഈസ് ദ കോമൺ മാൻ. കോമൺ മാൻ മാത്രമല്ല, ഏഴിലുള്ള ആളുകൾ പോലും ഇത്രയ്ക്ക് സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് ഓരോരുത്തരുടെ റിക്കവറിയുടെ ആ കാലത്തിനനുസരിച്ചുള്ള. അതൊരിക്കലും പാടില്ല. എത്രമാത്രം നമ്മൾ മുമ്പോട്ട് പോകുന്ന, എത്രമാത്രം വർഷങ്ങൾ മുമ്പോട്ട് പോകുന്നു, അത്രമാത്രം വിനിയാനാണ് ഇതിനകത്ത് മാറേണ്ടിയിരിക്കുന്നത്. അതാണ് മാതൃക. അതുകൊണ്ടാണ് എളിമയ്ക്ക് ഒരു റിപ്പീറ്റഡ്ലി വായിക്കുക, എത്ര വായിച്ചാലും മതി വരാത്ത ഭാഗങ്ങളാണ് ഇതൊക്കെ. ഞാൻ ഹൈലൈറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണ്. എളിമയ്ക്ക് ഒരു വാക്ക് എന്ന നിലയിൽ, ഒരു ആദർശം എന്ന നിലയിൽ ഇന്ന് വളരെ മോശപ്പെട്ട ശ്രമമാണുള്ളത്. എളിമ എന്ന് പറഞ്ഞാൽ കഴിവുകേടായിട്ടാണ് മനുഷ്യൻ മനസ്സിലാക്കുന്നത്. ആയിക്കോട്ടെ, എന്നെ അത് ബാധിക്കുന്നില്ല. എനിക്ക് മനസ്സമാധാനമുണ്ട്. ഞാൻ ആ എളിമയുടെ സ്ഥാനത്ത് എന്നിലുള്ള അഹങ്കാരത്തെ മുഴുവിപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഡിസ്റ്റർബ് ആവും. ഇതിന്റെ ആവശ്യമില്ല. അവർ തിരിച്ചറിവ് എനിക്ക് കിട്ടിയിരിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും എന്നെ കുറിച്ച് വെച്ചിട്ട് കഴിവുകളുള്ള വിചാരിച്ചോട്ടെ, എന്നെ അത് മാറ്റേ. എനിക്ക് മനസ്സമാധാനം വേണം. കാരണം നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ആളുകളാണ്. നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് മനസ്സുകൊണ്ട് ഉണ്ടാക്കി നമുക്ക് കിടന്നാൽ ഉറക്കം വരത്തില്ല. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തും. എനിക്ക് ഇനിയുള്ള കാലത്ത് സത്യസന്ധമല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. സത്യസന്ധത പുലർത്താതെ ഒരു എന്താ പറഞ്ഞ, ഒരു സത്യസന്ധയുടെ ഓപ്പോസിറ്റ് എന്താ പറയുക, സത്യസന്ധ ഇല്ലായ്മ. ആ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കുടുംബ ജീവിതം ശരിയാവത്തില്ല, സോഷ്യൽ ലൈഫ് ശരിയാവത്തില്ല, എന്റെ എല്ലാ കാര്യങ്ങളിലും പാളിച്ചകൾ വരും. അപ്പൊ ഈ ഹോണസ്റ്റി, ഓപ്പൺനെസ് ആൻഡ് വില്ലിങ്നെസ്, ഇതിനോടൊപ്പം ആ 3 കാര്യങ്ങൾ കൂടി നമ്മൾ 1, 2, 3 പടികൾ ചെയ്ത് കഴിഞ്ഞിട്ട് 4, 5 പടികളിൽ എന്റെ ന്യൂനതകൾ കണ്ടു കഴിഞ്ഞു.
ഞാൻ അതിനുശേഷം 6ാമത്തെ 7ാമത്തെ പടിയിൽ കൂടി 5, 6, 7 പടികളിൽ നിന്ന് എനിക്കൊരു പുതിയൊരു അനുഭവം കിട്ടുകയാണ്. വിനയഭാവം. ആ ഒരു തലത്തിലേക്ക് നമ്മൾ മാറും. ആ തലത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു സുഖകരമായ ഒരു ജീവിതത്തിലേക്ക് ഒരു കാരണം ഇതൊരു ഒരു ദിവസത്തെ കാര്യമായിട്ട് കാണാം. എന്റെ ജീവിതം മുഴുവൻ അങ്ങനെ അങ്ങോട്ട് പോകുന്നുള്ള ഒരു സ്ഥലത്ത് ഓരോ ദിവസവും ഉണർന്നെത്തുമ്പോൾ നമ്മൾ വായിക്കുന്നില്ലേ, രാവിലെ ഉണർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കും. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ദിവസത്തെ വിലയിരുത്തും. ഞാൻ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ, ഇപ്പോൾ തന്നെ അതിന് മാപ്പ് ചോദിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഒന്നും ബാക്കി വെക്കാതെ ഞാൻ ജീവിക്കുന്നു. വിനയത്തിൽ ഉള്ളവനാണ് സാധിക്കത്തുള്ളൂ. അല്ലാതെ രാവിലെ എണീക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ മറ്റുള്ളവരോട് എങ്ങനെ എന്റെ പ്രതികാരമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ വിദ്വേഷത്തോടുകൂടിയോ ദ്വേഷത്തോടുകൂടി ഞാൻ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതം അന്നത്തെ ദിവസം മുഴുവൻ നശിക്കുകയായി. ഇവിടെ മുതൽ ഞാൻ ഒരു പുതിയ തലത്തിലേക്കുള്ള ഒരു ജീവിതത്തിലേക്ക് എനിക്ക് മാറാൻ സാധിക്കും. ഒരു പുതിയ ജീവിത രീതി. അതിനാണ് ഇവിടെ ഈ ഒറ്റയ്ക്കുള്ള യാത്ര പാടില്ല. നമ്മൾ വി ആർ നോട്ട് അലോൺ. ഇപ്പൊ തന്നെ ഇതിനകത്ത് 24 പേരുണ്ട്. നമ്മൾ 24 പേരുണ്ടല്ലോ. ഈ 24 പേരും ഒരു കൂട്ടായ യാത്രയിലാണ്. അപ്പൊ പിന്നെ എനിക്ക് അതാണ് നമ്മുടെ പടികൾ വയ്ക്കുന്നത്. ഞങ്ങൾ എന്നുള്ള എല്ലാ പടികളും വായിച്ചു വരുന്നു. ഞാനെന്നല്ലല്ലോ നമ്മുടെ പടികൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഞങ്ങളിലായിരിക്കുമ്പോൾ ആ ഞങ്ങൾ എന്നുള്ള ഒരു ഭാവം നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊരു വിനയത്തിന്റെ ഒരു ഭാവമാണ്. ഞാൻ എന്നുള്ള ഭാവത്തെ കളയാണ്. ഒന്നാമത്തെ പടിയിൽ മദ്യത്തിന് മുമ്പിൽ ശക്തിയിൽ നിന്ന് ഞങ്ങൾ വി എന്ന് പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷ് തുടങ്ങുന്നത്. വി അഡ്മിറ്റഡ് വി വർ പവർലെസ് ഓർ ആൾ. ആ മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളിലും ഞങ്ങൾ എന്ന് പറയുന്നത് ആ ഒരു കൂട്ടായ്മയുടെ ഇമ്പോർട്ടൻസ്. ഫെലോഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് കാണരുത്. ആൽക്കോളിക്സ് നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ, ബ്രദർഹുഡ്, സാഹോദര്യമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് പാടില്ല എന്നില്ല. ഫ്രണ്ട്ഷിപ്പ് അത്രയ്ക്ക് നല്ലൊരു രീതിയിൽ പോകാൻ ഉറപ്പുള്ളവരൊക്കെ ഉള്ളതിനൊന്നും ഞാൻ അതിനൊന്നും തെറ്റ് പറഞ്ഞാൽ അങ്ങനെയൊന്നും പാടില്ല എന്നൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ പൊതുവെ ഒരു പറയുന്ന കാര്യങ്ങളും കേട്ടിട്ടുള്ള കാര്യങ്ങളും നിങ്ങളോട് പറയുന്നു വിചാരിച്ചിട്ട്. അതുകൊണ്ട് എന്റെ വാക്കുകളെ ഒരു ലാസ്റ്റ് വാക്കായിട്ടൊന്നും ആരും എടുക്കുന്നു. പിന്നെ 71ാമത്തെ പേജില് എന്റെ തീർച്ചയായും എന്നുള്ളൊരു തുടങ്ങുന്ന പാരഗ്രാഫിന്റെ ഒരു മധ്യഭാഗത്ത് വന്നു കഴിഞ്ഞാൽ സുരക്ഷിതത്വത്തിന്റെയും അന്തസ്സിന്റെയും പ്രേമ സങ്കല്പങ്ങളുടെയും ഞങ്ങൾക്ക് അവകാശമുള്ളവരെ കൊണ്ട് നാം ആയിരക്കണക്കിന് വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. ഞങ്ങൾ വിജയിക്കുന്നുവെന്ന് തോന്നിയപ്പോൾ കൂടുതൽ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതിന് വേണ്ടി ഞങ്ങൾ മതിയായി. ഞങ്ങൾ ഭാഗികമായി അസംതൃപ്തരായിരുന്നെങ്കിൽ പോലും എല്ലാം മറക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മതിയായി. ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ ചിന്തിച്ച് ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. വളരെ നമുക്ക് അത് ചിരിക്കാൻ പറ്റിയ ഒരു രീതിയാണ്. ഈ മദ്യപിച്ചിരുന്ന കാലത്ത് നമ്മുടെ ഒരു ചിന്താഗതി ഒന്നും ആലോചിക്കും. ഈ സുരക്ഷിതത്തിന്റെയും അന്തസ്സിന്റെയും പ്രേമ സങ്കല്പങ്ങളുടെയും ഞങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ളവർ നമ്മൾ ആയിരക്കണക്കിന് വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ കുറിച്ചുള്ള പൊതുവെയുള്ള ആയിരക്കണക്കിന് വർഷം എന്ന് പറഞ്ഞാൽ മനുഷ്യ ജന്മത്തിൽ മുഴുവൻ ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായിട്ട് വരുന്നു. ഞങ്ങൾ വിജയിക്കുമെന്ന് തോന്നിയപ്പോൾ കൂടുതൽ വലിയ സ്വപ്നങ്ങൾ. ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ സക്സസ് ആയി കഴിയുമ്പോൾ എന്താണ്, ഐ വാണ്ട് മോർ, എനിക്ക് ഇനിയും വേണം, കൂടുതൽ വേണം. ആ ആർത്തി ഒരിക്കലും തീരാത്തൊരാർത്തി, ഒരു സ്വഭാവം എന്നിൽ രൂപപ്പെടുന്നു. കൂടുതൽ സ്വപ്നം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ അതെന്താണ്, അതൊരു ഫോഴ്സ് പാരഡൈസ് പോലെ, ഒരു വിഡ്ഢി മൂട സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഞാനിത് അനുഭവിക്കുന്ന പോലെ വീണ്ടും മദ്യപിക്കുക, ഈ സ്വപ്നങ്ങൾ കാണാൻ. എവിടെയെങ്കിലുമൊക്കെ ചില സക്സസ് ഉണ്ടാവും. അപ്പൊ അതിനേക്കാളും വലുതിന് വേണമെന്നുള്ളൊരു ഒബ്സസീവായിട്ടുള്ളൊരു ആസക്തമായിട്ടുള്ളൊരു മനസ്സിന് ഞാൻ ഉടമയായിട്ട് ചെയ്യുന്നു. അത്യാസക്തി എന്ന് പറയാം. ഞങ്ങൾ ഭാഗികമായും അസംതൃപ്തരായിരുന്ന പോലും ഇനിയിപ്പോ എവിടെയെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ഇല്ലായിരുന്നപ്പോൾ എന്താണ്, അപ്പോഴും വീണ്ടും നമ്മൾ കുടിക്കും. എല്ലാം മറക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മതി. ഞങ്ങൾ വേണമെന്ന് ഞങ്ങൾ ചിന്തിച്ചു ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടത്ര ഉണ്ടായിട്ടില്ല. എനിക്ക്
എനിക്ക് എൻ്റെ ആ ആർത്തിയുടെ സമീപനത്തോട് കൂടിയിട്ടുള്ള ജീവിതത്തില് എനിക്ക് എന്തൊക്കെ വേണമെന്നുള്ളത് ഒരിക്കലും എനിക്ക് കിട്ടിയിരുന്നില്ല. എനിക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല. ഒരിക്കലും വി ആർ നോട്ട് എന്താണ് പറഞ്ഞത് സംതൃപ്തരായിരിക്കുക എന്നുള്ള ആ ഒരു തൃപ്തിയില്ലാത്ത രീതിയാണ് നമ്മൾ അപ്പത്തിൽ വീണ്ടും എന്താണ് വീണ്ടും കുടിക്കുക. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിലൊക്കെ വിജയിക്കും, അപ്പോൾ നമുക്ക് ആ സന്തോഷത്തിൽ കുടിക്കും. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പോകാതെ പോകും. അപ്പോൾ നമ്മൾ വീണ്ടും സംതൃപ്തി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും മദ്യപിക്കും. ഇത് ഒരു സ്വഭാവത്തിലുള്ള ഒരു ന്യൂനതയാണ്. സാധാരണക്കാർക്ക് ഇല്ലാതെ അവര് ഈ അഡിക്ഷൻ എന്നുള്ള ആസക്തി എന്ന് പറയുന്ന അമിത ആസക്തി എന്ന് പറയുന്ന രോഗം ഉള്ളവരായിരിക്കത്തില്ല. അവരൊക്കെ എവിടെയെങ്കിലും ഫെയിലായി കഴിഞ്ഞാൽ ഒക്കെ ചികിത്സ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വേഗം പോയി മദ്യം ബാറിലേക്ക് പോകത്തില്ല, അല്ലെങ്കിൽ മദ്യക്കുപ്പി തുറക്കാൻ പോകത്തില്ല. അപ്പോൾ ഇത്തരം പരിശ്രമങ്ങളിൽ അവയിൽ പലതും സതുദ്ദേശത്തോടെ ഉള്ളതായിരുന്നു. ഞങ്ങളെ അശക്തരാക്കുന്ന ഏറ്റവും വലിയ വൈകല്യം എളിമയില്ല. മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഈ വാക്കിനെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളെ ഓർക്കുന്നത് എളിമയില്ലാത്ത ഒരു ഭാവം ഉണ്ടാവുന്നതാണ്. ഇത്തരം പരിശ്രമങ്ങൾ അവയിൽ പലതും സതുദ്ദേശത്തോടെ ഉള്ളതായിരുന്നെങ്കിൽ ഞങ്ങളെ അശക്തരാക്കുന്ന ഏറ്റവും വലിയ വൈകല്യം എളിമയില്ലാത്ത ഭൗതികമായ സംതൃപ്തികളല്ല ജീവിതത്തിന്റെ ഉദ്ദേശം. സ്വഭാവ രൂപീകരണവും ആത്മീയ മൂല്യങ്ങളുമാണ് ആദ്യം വരേണ്ടതെന്ന് കാണാനുള്ള വീക്ഷണം ഞങ്ങൾക്കില്ലാതെ പോയി. ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമുള്ളത് എന്താണ്? ഒന്ന് എളിമയില്ലാത്ത നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഭൗതികമായ സമ്പത്തുകളല്ല, മെറ്റീരിയൽ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ല ജീവിതത്തിന്റെ ഉദ്ദേശമാണ്. ജീവിതത്തിന്റെ ഉദ്ദേശം മെറ്റീരിയൽ ആയിട്ട് ഒരുപാട് സമ്പത്തും കുറെ കാറും വീടും ഒക്കെ ഉണ്ടാക്കി ഇതെല്ലാം ഇവിടെ ഒരു ദിവസം ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ്. എന്താ ഒരു ബാങ്കിൽ ബാലൻസ് ഉണ്ടാക്കിയാലും ഡേ നമ്മുടെ പോക്കറ്റിലുള്ള നിക്കറിന്റെ പോക്കറ്റിലുള്ള ഓരോ തുട്ട് പോലും അതെല്ലാം കുറഞ്ഞെടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഒരു മിത്താണ്. ഇന്ന് വിചാരിച്ചിട്ട് പൈസ ഉണ്ടാക്കണമെന്നല്ല. ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതിനോടുള്ള ഓബ്സഷൻ നമുക്ക് പാടില്ല. എന്തിനോടുമുള്ള ഒരു കാര്യത്തോടും ഓബ്സഷൻ നമുക്ക് പാടില്ല. പിന്നീട് നമുക്ക് ഇതെല്ലാം വേണം. ജീവിതത്തിലെ സുഖങ്ങളെല്ലാം അനുഭവിക്കണം. നിങ്ങൾ പലരും ഇപ്പൊ വിദേശത്തൊക്കെ ചെയ്യുന്നത് ജീവിതത്തിൽ എന്താണ്? ജീവിതത്തിൽ നല്ല സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ക്ലൈമറ്റിലൊക്കെ ജോലി ചെയ്യുന്നത്. കാനഡയിലും UK യിലൊക്കെ ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അത്ര സുഖമൊന്നും അല്ലല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, കുട്ടികൾക്ക് വേണ്ടിയിട്ടില്ല, അവർക്ക് നല്ല വിദ്യാഭ്യാസം. അതിനോടെല്ലാം എനിക്ക് തീവ്രമായിട്ടുള്ള ഒരു ആർത്തി പാടില്ല. ആ ആർത്തിയോട് കൂടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബജീവിതവും മറ്റുള്ള ഇതൊക്കെ നമ്മൾ താളം തെറ്റിക്കും. അപ്പൊ ജീവിതത്തിന് ഉദ്ദേശം സ്വഭാവ രൂപീകരണവും ആത്മീയ മൂല്യങ്ങളുമാണ് ആദ്യം വരേണ്ടത്. അപ്പൊ എന്റെ സ്വഭാവത്തിലുള്ള രൂപീകരണവും ആത്മീയമായിട്ടുള്ള മൂല്യങ്ങളുമാണ്, സ്പിരിച്വൽ ആയിട്ടുള്ള വാല്യൂസ്, സ്പിരിച്വൽ വാല്യൂസ്. അതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാണാനുള്ള വീക്ഷണം ഞങ്ങൾക്ക് അതറിയാനുള്ള അതാണ് വേണ്ടത്. പക്ഷെ അതില്ലാതെ നമ്മൾ പോവാണ്. ഈ മദ്യപാനികളായിട്ടുള്ള നമ്മളിൽ അത് ഉണ്ടാവില്ല. നമ്മൾ പ്രകടിപ്പിച്ചിരുന്നു ഇതെല്ലാം ഉണ്ടെന്ന്, പക്ഷെ ഫാക്ട് അതായിരുന്നു. തികച്ചും സവിശേഷമായ ലക്ഷ്യങ്ങൾ മാർഗങ്ങളുമായി കൂടിക്കുഴഞ്ഞു പോയി. ഞങ്ങളുടെ ലൗകിക ആഗ്രഹങ്ങളുടെ സംതൃപ്തിയെ മനുഷ്യരായി ജീവിക്കാനും പ്രവർത്തിക്കാനുള്ള മാർഗമായി കാണേണ്ടതിന് പോലെ ഇത്തരം സംതൃപ്തികളെ ഞങ്ങൾ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യമായിട്ട് ഒരു നോർമൽ ലൈഫ്, ഒരു എല്ലാത്തിനും ഒരു ഒരു അതിർവരമ്പുകൾ, ഒരു മാർഗരേഖയിൽ കൂടി ജീവിക്കേണ്ട ഞാൻ ഇതെല്ലാം വിട്ടിട്ട് വരും വരായി കോൺസിക്വൻസിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ, ചിലരുണ്ട്, ചില ആളുകൾക്കുണ്ട് ഭയങ്കര ദേഷ്യമാണ് മക്കളെയൊക്കെ. എനിക്ക് എന്റെ അനുഭവത്തിൽ തന്നെയാണ്. മക്കളെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അയാൾ കള്ളും കുടിക്കുകയും ചെയ്യും, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് ഓരോരുടെ പരിപാടിയില്ലേ. എന്ത് പറ്റി? അവർ പ്രായപൂർത്തി കഴിഞ്ഞിട്ട് അച്ഛനും മക്കളെ നഷ്ടപ്പെട്ടു, മക്കൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടു. ഒരു വീട്ടിൽ തന്നെ ജീവിച്ചത്, പക്ഷെ ദേവർ സ്ട്രേഞ്ചേഴ്സ്. എന്ത് നേടി? ഭയങ്കര ചിട്ടയോടെന്ന് പറഞ്ഞാൽ അടിച്ചമർത്തപ്പെട്ട് കൊണ്ടുകൊണ്ട് ജീവിച്ചു, പഠിപ്പിച്ചു. ഒരു മിഷണറി പോലെ ചിലരൊക്കെ നല്ല ജോലിയിലൊക്കെ ചില പിള്ളേരൊക്കെ എത്തിപ്പെട്ടു. പക്ഷെ there is no relationship. അപ്പൊ ഹിയർ ഞാനൊരു വിനീതമായിട്ടുള്ളൊരു ഭാവത്തിൽ കൂടി
ഇത് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഈ ഞാൻ പറഞ്ഞില്ല ഒന്നാമത്തെ 1, 2, 3 പടികളും പ്രേരണയും ശരിക്കും മനസ്സിലാക്കുക. 4, 5 പടികൾ കൂടി ചെയ്തിട്ടുള്ള ആ വിനയത്തിന്റെ ഭാവത്തെ നമ്മൾ കുറച്ചുകൂടി വളർത്തിയെടുക്കുക. അത് ഒരു സ്പോൺസറുടെ സഹായത്തിൽ മാത്രം ചെയ്യുക, ഒറ്റയ്ക്ക് ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇനിയും സ്പോൺസർ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഒരു സ്പോൺസർ എടുത്തിട്ട് സ്പോൺസറുമായിട്ട് ഈ പ്രോഗ്രാം ചെയ്യും. അതല്ലെങ്കിൽ ഈ പാതിരാത്രിക്ക് ഇരിക്കുന്നതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാകും. ഇത്രയും പറഞ്ഞോട്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ആർക്കെങ്കിലും ചോദിക്കാൻ. നമസ്കാരം. താങ്ക് യു തമ്പി സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം പ്ലീസ്. സാറേ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എൻ്റെ പേര് ഷിബു, ഞാനൊരു ആൽക്കോളിക്കാണ്. ചോദ്യം ഇതാണ്, സാറ് പറഞ്ഞല്ലോ ഈ ഷോർട്ട് കമ്മിങ്സിന്റെ ഒക്കെ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ, വൈകല്യങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ അസൂയ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാവണം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ എൻ്റെ ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് വലിയ ശരീരം ഉണ്ടായിരുന്നവനാണ്, അവൻ മെലിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എനിക്ക് അസൂയ എന്ന് പറയാൻ പറ്റില്ല അതിനെ, പക്ഷെ അതുപോലെ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഈ ചെറിയ അസൂയ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ഉണ്ടാകില്ല. അങ്ങനെ പല രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അതൊരു അസൂയല്ലോ, ഒരു ആഗ്രഹമല്ല, അതിനോടൊരു അസൂയ തോന്നുന്നില്ല. അവന് എന്നേക്കാൾ സുന്ദരനാണെന്ന് ഓർക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു ഉദാഹരണം പറയുകയാണ്, ഇപ്പൊ എന്നേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടിയുടെ ഒപ്പം എത്തണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നുന്ന ഒരു അസൂയോടുകൂടിയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേന്ന് ഞാൻ ചോദിച്ചത്. പല വൈകല്യങ്ങളും മനുഷ്യന് നന്മയായിട്ട് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നാണ് ഞാൻ ചോദിക്കണത്. എന്നെ ഒരു കാരണം അസൂയോടുകൂടി എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് ഇമോഷൻ അല്ല, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വികാരമായിട്ട് പറയുമ്പോൾ നമ്മൾ അവനോട് എന്റെ കൂട്ടത്തിൽ അടുത്തിരിക്കുന്ന ബെഞ്ചിൽ തൊട്ടടുത്ത് ഇരിക്കുന്നവനാണെങ്കിൽ കൂടി എന്റെ ഉള്ളിൽ എനിക്ക് 45 മാർക്ക് കിട്ടുമ്പോൾ അവന് 60 മാർക്കാണ് കിട്ടുന്നത്. അപ്പൊ എന്റെ ഉള്ളിലുണ്ടാകുന്നത് അവനോടുള്ള ഒരു നീരസഭാവം ഉണ്ടാവും. ഞാനത് പുറത്ത് അവനോട് തിരിച്ചു കാണിക്കും. അത് സത്യസന്ധയില്ലായ്മയാണ്. അത് അസൂയ എന്ന് പറയത്തില്ല. അസൂയല്ല, അത് അസൂയയോട് കൂടിയിട്ടുള്ളതാണ്. പക്ഷെ അസൂയപ്പെടാനായിട്ടെന്ന് പറഞ്ഞാൽ അസൂയ തോന്നുന്നത് എപ്പോഴാണ്? അസൂയ തോന്നുന്നത് ഒരു പരിധിവരെ ഷിബു പറയുന്നത് ശരിയാണ്. ഇപ്പൊ ഷിബു അവിടെ ഒരു വീട് വാങ്ങി, കാനഡയിൽ ഒരു വീട് വാങ്ങുമ്പോ ഷിബുവിനേക്കാളും നല്ലൊരു വീട് വേറൊരാള് വാങ്ങുന്നില്ല. പക്ഷെ അവിടെ അത് ഉണ്ടാകുന്ന ഒരു അസൂയയോട് കൂടിയായിരിക്കും നമ്മൾ അതിനെ കാണുന്നത്. എന്നാലും ഒരുപക്ഷെ ഷിബുവിനേക്കാളും ശമ്പളമുള്ള ആളും കൂടെ ആയിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഒരു അസൂയായിട്ടുണ്ട്. പക്ഷെ അതൊരു ഹെൽത്തി അല്ല. എന്നായിരുന്നു ഈ നെഗറ്റീവ് ഇമോഷനാണ് എന്റെ. അത് എനിക്ക് എന്നെ ഡിസ്റ്റർബ് ചെയ്യും. വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ജോൺസൺ ചേട്ടൻ മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുക. ജോൺസൺ ചേട്ടാ കേൾക്കാൻ പാടില്ല. ജോൺസൺ ചേട്ടാ, തമ്പി സാറേ ജോൺസൺ ആണ് മീൻകുന്നം. ഞാനിവിടെ കാനഡയിലെത്തി. സാറിനെ കുറെ ദിവസമായിട്ട് വിളിച്ചില്ല, ഇപ്പൊ കണ്ടപ്പോ വളരെ സന്തോഷം. നമസ്കാരം. കഴിഞ്ഞ ആഴ്ച ഇവിടെ എത്തി സാറേ. ആയിക്കോട്ടെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക സാർ ചേട്ടാ. അല്ലെങ്കിൽ കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തു. ആരെങ്കിലും ഒക്കെ ചോദിച്ചോട്ടെ, കുഴപ്പമില്ല. ജനറൽ ഷെയറിംഗ് എടുത്തോ. ഇതിനാ ചോദ്യങ്ങൾ ആർക്കും ജനറൽ ഷെയർ ചെയ്യാൻ പറ. 2.5 മണിക്കൂർ ചോദ്യങ്ങൾ വേറെ ആർക്കും ഇല്ലെങ്കിൽ നമുക്ക് ഷെയറിങ്ങിലേക്ക് പോവാം.